ഹായ് ഓൾ. മറ്റൊരു എക്സാം സീസൺ കടന്നു വരികയാണ് അല്ലേ? അപ്പോൾ പാരൻസും സ്റ്റുഡൻസും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എക്സാം സീസണെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നോമ്പുകാലത്തുള്ള പരീക്ഷയാണ് വരാൻ പോകുന്നത്. പല കുട്ടികളും നോമ്പ് നോറ്റുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നോമ്പ് നോറ്റുകൊണ്ട് പരീക്ഷ എഴുതാനേ പറ്റൂല എന്നാണോ? അല്ല, നോമ്പ് നോറ്റുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും. നോമ്പ് നോറ്റുകൊണ്ട് പരീക്ഷ എഴുതുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാടും. അതിനെക്കുറിച്ചാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ നോമ്പ് കാലത്തുള്ള നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായി തന്നെ നോമ്പുകാലത്തും നമുക്ക് നല്ല രൂപത്തിൽ എക്സാം എഴുതാൻ സാധിക്കും. നോമ്പല്ല പ്രശ്നം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റു ചില കാര്യങ്ങളാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കാൻ പോകുന്നത്, നമ്മൾ അത്താഴം കഴിക്കുക അല്ലെ? നോമ്പ് നോൽക്കുന്നവരെല്ലാവരും അത്താഴം കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ അത്താഴം കഴിക്കുമ്പോൾ പരീക്ഷാ സീസണിൽ പ്രത്യേകമായിക്കൊണ്ട്, അല്ലാത്ത സമയത്തും ഇത്തരമൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. എങ്കിലും പരീക്ഷാ സീസണിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ലോ റിലീസ് എനർജി ഫുഡുകൾ നമ്മൾ അത്താഴത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ സ്ലോ റിലീസ് എനർജി ഫുഡുകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ രണ്ട് രൂപത്തിൽ നമ്മളിലേക്ക് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അകത്തേക്ക് ചെല്ലാം. ചിലത് ഇപ്പോൾ ചോക്ലേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചാൽ അപ്പോൾ തന്നെ ഒരു വലിയ സ്പൈക്ക് നമ്മുടെ ഷുഗർ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവലിൽ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ വേറെ ചില ഫുഡ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഫുഡ് പതിയെ നമ്മുടെ ബോഡിയിലേക്ക് ഷുഗർ റിലീസ് ചെയ്യും. അങ്ങനെയുള്ള ഫുഡിൻ്റെ എക്സാമ്പിളാണ് ഓട്സ്, അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, അതുപോലെ തന്നെ ഹോൾ വീറ്റ് ചപ്പാത്തി പോലെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അത്താഴത്തിന് കഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ അത്താഴം സ്കിപ്പ് ചെയ്യുക എന്നുള്ള രീതി പല ആളുകളും ചെയ്യാറുണ്ട്. അതൊരിക്കലും, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന സ്റ്റുഡൻസ്, അങ്ങനെ ഒരു കാര്യം ചെയ്യാനേ പാടില്ല. നിർബന്ധമായും നമുക്ക് നല്ല രൂപത്തിൽ എക്സാം എഴുതാൻ അത്താഴം കഴിക്കൽ നിർബന്ധമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഫുഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു അത്താഴത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. എഗ്ഗ്, അതുപോലെ തന്നെ പനീർ, അതുപോലെ തന്നെ യോഗട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹെൽത്തി ഫാറ്റ്, അതിൽ ആൽമണ്ട്, അതുപോലെ തന്നെ വാൾനട്ട്, ചിയ സീഡ്സ് പോലെയുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങുന്ന കാര്യങ്ങളും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഉള്ളത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ബനാന, ആപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സോ അങ്ങനെയുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ അത്താഴത്തിൽ വേണ്ടത്. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ലോ എനർജി റിലീസ് ഫുഡ് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് അടങ്ങുന്ന ഒരു സമഗ്രമായ ഒരു അത്താഴം നമ്മൾ കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. നിർബന്ധമായും അത്താഴത്തിൽ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടുന്ന കാര്യങ്ങൾ, ചോക്ലേറ്റ്, അതുപോലെ തന്നെ കേക്ക്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ് കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ സാൾട്ടി ആയിട്ടുള്ള ഫുഡ്, പിക്കിൾ അല്ലെങ്കിൽ ചിപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്താഴത്തിന് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം അത്താഴവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായും ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത്, നോമ്പുകാലത്ത് പ്രശ്നം വരാൻ, കുട്ടികൾക്കാകട്ടെ, എക്സാം എഴുതുന്ന കുട്ടികൾക്കാകട്ടെ, അല്ലാത്തവർക്കാകട്ടെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ലെവലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഡീഹൈഡ്രേഷനാണ് ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുള്ളത്. ഡീഹൈഡ്രേഷൻ തടയാൻ നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നോമ്പ് തുറന്നതിന് ശേഷം ഒരു കൺസിസ്റ്റൻ്റ് ആയ രൂപത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. നോമ്പ് തുറക്കുമ്പോൾ അപ്പോൾ തന്നെ കുറേ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. അതൊരു കൺസിസ്റ്റൻ്റ് ആയ രൂപത്തിൽ ഒരു സ്റ്റഡി ലെവലിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആദ്യം കുറച്ച് നേരം കുടിക്കുക, അതിനുശേഷം ഒരു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വെള്ളം കുടിക്കുക, പിന്നെ നിസ്കാരമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കുടിക്കുക, പിന്നെ ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി വെള്ളം കുടിക്കുക, രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇതേ രൂപത്തിൽ ഒരു സ്റ്റഡി ആയ രൂപത്തിൽ വാട്ടർ ഇൻടേക്ക് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നിർബന്ധമായും ഡീഹൈഡ്രേഷൻ തടയാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് വാട്ടർ റിച്ച് ആയിട്ടുള്ള കുക്കുംബർ, അതുപോലെ തന്നെ വാട്ടർമെലൺ, ഓറഞ്ച് പോലെയുള്ള ഫുഡ് നമുക്ക് ഈ അത്താഴത്തിലും അതേപോലെ തന്നെ നോമ്പ് തുറയുടെ സമയത്തും നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കഫീൻ അടങ്ങുന്ന കോഫി അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ്, കൂടുതൽ ചായ കുടിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാലും ഡീഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. ഫുഡിനേക്കാൾ നോമ്പ് സമയത്ത്, പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. വളരെ വൈകി ഉറങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും
ഈ സമയത്ത് പ്രത്യേകിച്ചും കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല. പൊതുവിൽ തന്നെ അത്തരമൊരു ശീലം നല്ലതല്ല. ഈ സമയത്ത് പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാവിലെ നേരത്തെ എഴുന്നേറ്റാലും പ്രശ്നമില്ല. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈം ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ ഒരു പവർ നാപ്പ് എടുക്കുന്നത് നല്ലതാണ്. ആ ഒരു സമയത്ത് ഉറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷമുള്ള പഠനവും അതേപോലെ തന്നെ രാത്രി അടക്കമുള്ള മറ്റ് കാര്യങ്ങളടക്കം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെയാണ് ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നന്നായി വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് നന്നായി നോമ്പ് തുറയിൽ ഉൾപ്പെടുത്തുക. ഡേറ്റ്സും അതേപോലെ തന്നെ ബനാനയും അതുപോലെ തന്നെ ആപ്പിളും പോലെയുള്ള ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. ചോക്ലേറ്റ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേക്ക് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എണ്ണക്കടികളും കൂടുതലാക്കുന്നതിന് പകരം ഡേറ്റ്സ് നന്നായി കഴിക്കുക, ബനാന അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എണ്ണക്കടികൾ എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഹെൽത്തി ആയി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പോ ലൈറ്റ് സൂപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെയാണ് അതിനുശേഷം കഴിക്കുന്ന ഫുഡിൽ അതൊരു ബാലൻസ്ഡ് മീലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൈസും ദാലും അതേപോലെ തന്നെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള സലാഡ്, അങ്ങനെയുള്ള ഏതെങ്കിലും രൂപത്തിൽ ഒരു ബാലൻസ് ആവുന്ന നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക്, കാർബ് ഇൻടേക്ക്, അതേപോലെ തന്നെ ഫാറ്റ്, ഇതെല്ലാം ബാലൻസ് ആകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു മീൽ അതിനുശേഷം കഴിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റേതായ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉറക്കം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഈ നോമ്പ് ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ക്ഷീണം ഉണ്ടാകും, എന്തായാലും പ്രയാസം ഉണ്ടാകും, അങ്ങനെയുള്ളൊരു മുൻധാരണയോടുകൂടി പോകുന്നതിനപ്പുറത്ത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഉള്ള ഒരു മാനസികാവസ്ഥ നിലനിർത്തുകയും നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി തന്നെ പോവുകയും എങ്ങനെയാണോ എക്സാമിന് ഏറ്റവും പോസിറ്റീവായി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിൽ തന്നെ എക്സാം എഴുതാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു നോമ്പുകാലത്തുള്ള പരീക്ഷ നമുക്കൊരു പക്ഷേ ഒരു പുതിയ അനുഭവമായിരിക്കാം. അത് ഏറ്റവും നല്ല രൂപത്തിൽ ശാസ്ത്രീയമായി അതിനെ മാനേജ് ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് പാരൻസും സ്റ്റുഡൻസും ഒരുപോലെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആ രൂപത്തിൽ നല്ല രൂപത്തിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.